ഡള്ളായ സ്കിന്നിന് ഒരു ഫേഷ്യൽ കൊടുക്കാമെന്ന് തോന്നി. ഓസോൺ ഇലമനസ് ഗോൾഡ് കിറ്റ് ഉണ്ടല്ലോ, 6 സിമ്പിൾ സ്റ്റെപ്പ് വെച്ച് നമുക്ക് ഒരു ഫേഷ്യൽ ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് വൺ ക്ലെൻസർ ആണ്. അപ്പോൾ ഇത് വെച്ചിട്ട് നന്നായിട്ട് സ്കിന്നിനെ ക്ലെൻസ് ചെയ്യാം, നന്നായിട്ട് പ്രെപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി നമുക്ക് രണ്ടാമത്തെ സ്റ്റെപ്പായിട്ട് സ്കിന്നിന് നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കാം. ഇത് നമ്മുടെ സ്കിന്നിലുള്ള എല്ലാ ഡെഡ് സ്കിൻ സെൽസിനെയും ഒക്കെ റിമൂവ് ചെയ്ത് നന്നായിട്ട് എക്സ്ഫോളിയേറ്റ് ചെയ്ത് ഒരു നാച്ചുറൽ ഗ്ലോ കിട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. നല്ല അടിപൊളിയായിട്ട് എനിക്ക് തോന്നിട്ടോ ഈ ഒരു 2 സ്റ്റെപ്പ് കഴിഞ്ഞപ്പോൾ തന്നെ. ഇത് അപ്ലൈ ചെയ്തിട്ട് ഒരു 5-10 മിനിറ്റ് അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി എഫക്റ്റ് ആവും കേട്ടോ. എന്നിട്ട് നമുക്ക് വാഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ അടിപൊളി ലുക്കാണ് കിട്ടുക. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ് ഈ ഒരു സെറാണ്, ബ്യൂട്ടി ഓയിൽ എന്നും പറയാം, ഒരു മാജിക്കൽ സ്റ്റെപ്പ് എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. അടിപൊളിയാണ്, സ്കിന്നിന് നല്ല ന്യൂറിഷ്മെന്റ് ഒക്കെ കൊടുത്ത് നല്ല ഗ്ലോയിങ് ആക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അടുത്ത സ്റ്റെപ്പ് ഈ ഒരു മസാജ് ക്രീം വെച്ചിട്ട് മസാജ് ചെയ്യലാട്ടോ. നമ്മളെ ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ നന്നായിട്ട് കൂട്ടി നമുക്ക് നല്ല അടിപൊളി ഒരു സ്കിന്ന് തരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ഈ ഒരു മസാജ് വേറെ ആരെങ്കിലും ചെയ്ത് തന്നിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഹസ്ബൻഡോ അമ്മയോ അനിയത്തിയോ ചേച്ചിയോ അവരെ കൊണ്ടൊക്കെ ചെയ്യിച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. അപ്പോൾ മസാജ് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് അങ്ങോട്ട് തുടച്ച് മാറ്റാം, കഴുകണ്ട കേട്ടോ, തുടച്ചാൽ മതി. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഒരു ഹൈഡ്രേറ്റിംഗ് പാക്ക് ഇട്ട് കൊടുക്കാം. ഫേസിനെ നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ഇതൊന്ന് ഒരു 20-25 മിനിറ്റ് നേരം നമുക്കിത് നന്നായിട്ട് ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് വാഷ് ചെയ്ത് കളയാം. അപ്പം തന്നെ നമുക്ക് ഒരു അടിപൊളി ഫേഷ്യൽ ലൈക്ക് ഗ്ലോ കിട്ടും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഫസ്റ്റ് വിഷ്വലും ലാസ്റ്റ് വിഷ്വലും നോക്കിയാൽ മനസ്സിലാവും അതിൻ്റെ ആ ഒരു ഡിഫറൻസ്. എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ഇത് അപ്ലൈ ചെയ്തിട്ട് എനിക്ക് പിമ്പിളോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല കേട്ടോ. നല്ല അടിപൊളിയായിട്ട് തന്നെ ഒരു ഗ്ലോ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇനി ലാസ്റ്റ് സ്റ്റെപ്പ് ഈ ഒരു ഹൈഡ്രേറ്റിംഗ് സൺഷീൽഡ് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. സൺസ്ക്രീൻ നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ അപ്ലൈ ചെയ്യണമല്ലോ. അപ്പോൾ അതും കൂടി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റെപ്പ് കഴിഞ്ഞു മക്കളെ, പൊളിച്ചില്ലേ, അടിപൊളിയായില്ലേ എൻ്റെ ഫേസ്. എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലിങ്ക് വേണ്ടവരെന്തായാലും കമൻറ്റ് ചെയ്തോളൂ കേട്ടോ.